ഞങ്ങളുടെ വീട് പണി കഴിഞ്ഞ സമയത്ത് ഞങ്ങളുടെ ഒരു ചെറിയ വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ മതിൽ പണി കൂടിയും തീർക്കുക എന്നുള്ളത്. പക്ഷെ നമുക്ക് വീട് പണി കഴിഞ്ഞ ടൈമിൽ അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മളത് അങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം നമ്മുടെ ആ ഒരു ആഗ്രഹം നമ്മളങ്ങോട്ട് സാധിക്കാൻ പോവാണ് കേട്ടോ. മതിൽ പണി സ്റ്റാർട്ട് ചെയ്യണം. അപ്പം അതിനുള്ള കട്ടയും സിമെൻറ്റും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വിൻഷേട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇതേ സിമെൻറ്റും കാര്യങ്ങളൊക്കെ വിൻഷേട്ടൻ കയ്യോടെ ബാക്കിൽ കൊണ്ടുവച്ചു. ഇനി മഴ പെയ്താലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ആ നേരത്തെ നമ്മുടെ സബ്സ്ക്രൈബർ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരോട് കുറച്ചേരൊക്കെ വർത്താനം പറഞ്ഞ് നിന്നിട്ടുണ്ടായിരുന്നു. അവരാണെങ്കിൽ തേജപ്പിന് ഇതേ മിഠായി ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ എണ്ണി നോക്കിയിട്ട് ഇതേ ഒതുക്കി എടുത്ത് വെക്കാൻ നോക്കുകയാണെ. പിന്നെ നമ്മൾ വേഗം സിനിമയ്ക്ക് പോകാനാട്ടോ നോക്കണത്. ഫിലിമിന് പോകാൻ പുറപ്പെടാൻ നിൽക്കണ നേരത്തായിരുന്നു കേട്ടോ സിമെന്റും ആ കട്ടയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ പിന്നെ വിൻഷേട്ട് അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ പിന്നെ പുറപ്പെട്ടിട്ട് ഇതേ പോകാൻ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഡ്രസ്സ് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഇത് സംഭവം ഫ്രോക്ക് നൈറ്റി ആണ് കേട്ടോ. പക്ഷെ എനിക്കിത് ഇങ്ങനെ പുറത്തേക്ക് ഇടാൻ ഭയങ്കര ഇഷ്ടമായി. നല്ല മെറ്റീരിയൽ ആണ്, പിന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി അത്. അപ്പൊ ഇതേ തിരുമറ്റക്കോട് വഴിയായിട്ട് നമ്മൾ പോണത്. ഈ ഒരു തിരുമറ്റക്കോട് എത്തിയതേ ഈ ഒരു റോഡ് ഉണ്ടല്ലോ, ഒരു പ്രത്യേക ഭംഗിയായിട്ട് ഇവിടെ കാണാൻ, ഒരു എന്താ പറയാന്നറിയില്ല, ഒരു പ്രത്യേക ഫീലും കൂടി ആട്ടോ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു റൂട്ട് പട്ടാമ്പി പോകാനായിട്ട് എനിക്ക് കൂടുതലും ഇഷ്ടം. അപ്പൊ നമ്മളിതേ പട്ടാമ്പി എത്തി. കറക്റ്റ് പട്ടാമ്പി എത്തിയ നേരത്തിട്ടോ നമുക്ക് നല്ലൊരു മഴ കിട്ടിയേ. 2 മിനിറ്റ് ഉള്ളൂ നമുക്കിതേ തിയേറ്ററിൽ എത്താൻ. പക്ഷെ അതിരി മഴ ആയതുകൊണ്ട് നമ്മൾ ഒരു റോഡ് സൈഡിൽ ഏതോ ഒരു ഷോപ്പിന്റെ അവിടെ കയറി നിന്നു. 6:15 ഷോ. പക്ഷെ 6 മണി ആയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ എങ്ങനെയെങ്കിലും ചെറുതായിട്ടൊന്ന് ചാറ്റിൽ കുറഞ്ഞാൽ നമ്മൾ പോവാന്നുള്ള പ്ലാനിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ ചെറുതായിട്ടൊന്ന് കുറഞ്ഞപ്പോൾ നമ്മൾ വേഗതയെ പോന്നു കേട്ടോ. തൊട്ടപ്പുറത്തെ സ്റ്റോപ്പ് തന്നെയാണ്. പക്ഷെ നല്ല മഴ കാരണം നമ്മൾ കയറി നിന്നത്. പിന്നെ അവിടെ എത്തിയിട്ട് ഇതേ തേജുവിന് പാപ്പു വാങ്ങാനാണ് കേട്ടോ നിൽക്കണത്. ഇത്തിരി തിരക്കുണ്ട് അവിടെ. അപ്പം ഞാൻ അങ്ങനെ കുറച്ച് നേരം തിരക്കൊന്ന് ഒഴിയട്ടെ, എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുക കേട്ടോ. പിന്നെ ഇത് അവന് ലേസ് ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാട്ടോ. അവന് മാത്രമല്ല എനിക്കും ഇഷ്ടമാണ്. ആ ഒരു കൊള്ളി ചിപ്സ് പോലത്തെ ഒരു സംഭവം ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ അതും വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം വാങ്ങിയിട്ട് നമ്മളിതേ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറി സീറ്റൊക്കെ റെഡി ആയിട്ട് ഇരുന്നു കേട്ടോ. പടം തുടങ്ങണേ ഉള്ളൂ. അപ്പം നമ്മൾ കാണാൻ പോയ പടം ബൾട്ടി അടന്നു കേട്ടോ. ഈ ഒരു പാട്ട് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും പടം നല്ല അടിപൊളി പടമാണ് കേട്ടോ. എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പൊ അതിന്റെ ഒരു ബേസിലാണ് ഇത് കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ പടം എന്തായാലും ഒരു രക്ഷയിലെ നല്ലൊരു പടം തന്നെയാണ്. പിന്നെ ഇന്റർവെല്ലായപ്പോഴത്തേ വിൻഷേട്ടൻ സാൻഡ്വിച്ച് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. തേജപ്പൻ ഐസ്ക്രീമും ഓട്ട വാങ്ങിയേക്കണത്. അപ്പൊ ഇന്റർവെല്ലിന്റെ ആ ഒരു ടൈമിൽ നമ്മളിത് അതും കഴിച്ചു. പിന്നെ അതിന്റെ ഇടയിൽ പടം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പടമൊക്കെ കഴിഞ്ഞത് തിരക്കൊഴിയാൻ വേണ്ടി ഇരിക്കണ ഇരുത്താണ് കേട്ടോ. പടത്തിനെ കുറിച്ച് ഞാൻ വീണ്ടും പറയാണ്, നല്ല പടമാണ് കേട്ടോ. നമുക്ക് ഫാമിലിക്കായിട്ട് പോയി കാണാൻ പറ്റിയ ഒരു പടം തന്നെയാണ്. അങ്ങനെ പടം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോണ വഴിക്ക് സാമ്പ്രാണി വാങ്ങാനായിട്ട് കയറിയേക്കണത്. അപ്പൊ മറ്റേ ഏട്ടൻ്റെ എനിക്ക് വാങ്ങാൻ പറ്റിയില്ല. ഈ ഒരു മുല്ലപ്പൂവിന്റെ സ്മെല്ല് എന്തുപോലെ അവിടെ നിൽക്കുമ്പോന്ന് അറിയാം, നല്ലൊരു സ്മെല്ലായിരുന്നു കേട്ടോ. അപ്പൊ ഇത് പൂജാ സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമല്ലോ. അപ്പൊ ഇവിടെ എന്തായാലും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ചോദിച്ചതാണ്. സംഭവം ഇവിടെ ഉണ്ടായിരുന്നു. ഒരു ഡപ്പയ്ക്ക് 15 രൂപയാട്ടോ. അപ്പൊ ഞാനൊരു 100 രൂപയ്ക്കുള്ളത് വാങ്ങിയിട്ട് നമ്മൾ വേഗം വീട്ടിലേക്ക് പോന്നു. പിന്നെ ഇത് രണ്ടാമത്തെ സെറ്റ് കട്ടയും കൂടിയും കൊടുത്തിട്ട് ഈ സൈഡിൽ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റണില്ല. അപ്പൊ കുറച്ച് കട്ടത് ഒരു സൈഡിലേക്ക് ഒതുക്കിയിട്ട് വണ്ടി കൊണ്ടുവച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ ബിഗ് ബോസ് കാണാനായിട്ട് ഇരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.